ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നേരത്താണ് ഇങ്ങനെ ഒരു മുതലായിട്ട് ഒരു ചങ്ങായി വന്നത്. സൈലൻസറിന്റെ നെറ്റും കാര്യങ്ങളൊക്കെ പോയത് കൊണ്ട് അത് കൊടുക്കാൻ വന്നതാണ്. ബഹ്റൈനിൽ 99% കാർ തന്നെയാണ്, 1% ബൈക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്കിന്റെ സ്പെയർ ഒന്നും ചെയ്യുന്നില്ല. ഗ്യാരേജ് ഒക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് കിട്ടിയ നെറ്റും ബോൾട്ടും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷാമിൽ ഓനെ വിട്ട്. ഇന്ന് റൂമിൽ കുറച്ച് പർച്ചേസ് ഉള്ളത് കൊണ്ട് നേരെ ലുലുവിൽ കിട്ടും. അങ്ങനെ ലുലുവിലെത്തി ഞാനും അബ്ദുള്ളയും പർച്ചേസ് തുടങ്ങി. ആദ്യം തന്നെ ബിരിയാണി റൈസ് എടുത്തു. പിന്നെ തേങ്ങയുടെ സെക്ഷനിൽ പോയി തേങ്ങ എടുത്ത് ദിങ്ങനെ കൊടുത്തു. പിന്നെ ദിങ്ങനെ കിട്ടി. ഇത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ ചിക്കന്റെ ചെസ്റ്റ് പീസും നോക്കിയുള്ള നടത്തായി. പിന്നെ അവസാനം അതും കിട്ടി. പർച്ചേസും കഴിഞ്ഞ് താഴത്തെത്തിയപ്പോഴാണ് ഒരാളോട് നമ്മളെപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിച്ച്. അങ്ങനെ മുസ്തഫ കുറെ നേരം പോസ്റ്റ് ആയി. 2 ദിവസം കൊണ്ട് നാട്ടിൽ പോവാണ്. കുറച്ച് പെർഫ്യൂം വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പെർഫ്യൂം ഷോപ്പിൽ പോയി. ഇവിടെ എത്തിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഇമാതിരി ഒരു തിരക്ക് ഒരു പെർഫ്യൂം ഷോപ്പിൽ ഞാൻ കണ്ടില്ല. ഓരോരുത്തർ വന്ന് 10-20 പെർഫ്യൂം വാങ്ങി. ഷോപ്പ് മൊത്തം പല സ്മെല്ലായത് കൊണ്ട് ഒന്നും സ്മെല്ല് ചെയ്തെടുക്കാൻ ചാൻസ് കുറവാണ്. മുസ്തഫക്ക് എടുക്കേണ്ട ഫ്ലേവർ അറിയുന്നത് കൊണ്ട് അതും എടുത്തു പോകും. എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്യുന്നവർക്ക് നല്ലൊരു പണി തന്നെ. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വിട്ട്. അവിടെയും തിരക്ക്. പിന്നെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് കൊണ്ട് ഇരുന്നപ്പോഴേക്കും ഫുഡ് എത്തി. അവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞു. നല്ല പൊറാട്ടയും മീൻ പൊരിച്ചവും കോഴി പൊരിച്ചവും ബീഫും എല്ലാം. അന്നപ്പോൾ കൊണ്ട് അബ്ദുള്ള പച്ചമുളക് നിന്ന് എങ്ങനെ സാധിക്കുന്നതൊക്കെ. അങ്ങനെ തിരിച്ചെത്തി. മുസ്തഫ അവന്റെ റൂമിൽക്കും പോയി, ഞങ്ങളുടെ റൂമിൽക്കും പോയി. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ. ബൈ ബൈ.